നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി നൽകുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്. നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം മാനിഫെസ്റ്റേഷൻസ് ആണ്. നിങ്ങൾ ഏത് ടൈമിലാണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്തുള്ള എല്ലാ പോസിറ്റീവായ കാര്യങ്ങളും കണക്റ്റഡ് ആവുകയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും എല്ലാം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയാനും സാധിക്കുന്നതായിരിക്കും. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി കാണാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സ് പോസിറ്റീവ് ആകുന്നില്ല, നിങ്ങളുടെ ലൈഫിൽ ഇത് റെസനേറ്റ് ആകുന്നതല്ല എന്ന് തോന്നി അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ. അത് നിങ്ങൾക്ക് അർഹമാകുന്ന എനർജി നിങ്ങൾക്ക് വേണ്ട ടൈമിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുമെന്നത് പൂർണ്ണമായും മനസ്സിലാക്കുക, വിശ്വസിക്കുക. കൂടാതെ തന്നെ നമ്മൾ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. വരാഹി മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് എനർജികളെയും ബ്ലോക്കേജുകളെയും എല്ലാം മാറ്റി നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൂടി നൽകുന്ന ഒന്നാണ് കേട്ടോ വരാഹി മന്ത്രം എന്നത്. അതിനെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഒരു 308 തവണ ഒരു ദിവസം പോലും മുടങ്ങാതെ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും. പക്ഷെ അതെല്ലാം ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യണം കേട്ടോ. അതല്ലാതെ ആർക്കോ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പവറായിരിക്കും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റൊരു വ്യക്തി, നമ്മളിപ്പോൾ ഒരു പറഞ്ഞു തരുന്ന വ്യക്തികളെ പോലും വളരെ മോശമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യവും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യുക. അതായത് വന്നിച്ചില്ലെങ്കിലും നിങ്ങൾ നിന്ദിക്കാതിരിക്കുക എന്നൊരു എനർജിയിലേക്ക് വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങളത് ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ വിട്ടുകളയുക. അതുപോലെ തന്നെ മണി അഫർമേഷൻസും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടു കൂടി മനസ്സിനെ ശുദ്ധമായ ഒരു ചിന്തകളോട് കൂടി അത് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് അതിൽ നിന്നും ഫലം ലഭിക്കുമെന്നതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ ഉള്ളിലെ, നിങ്ങളുടെ മനസ്സിനകത്തുള്ള നിങ്ങളുടെ നശിപ്പിക്കുന്ന നെഗറ്റീവാകുന്ന തോട്ട്സ് എന്ന ആ ഒരു ശത്രുവിനെ നിങ്ങളെപ്പോൾ ഹീലാക്കി കളയുന്നുവോ ആ സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വന്നു തുടങ്ങുമെന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. വളരെയധികം പോസിറ്റീവായ, എന്നാൽ വളരെയധികം സ്ട്രോങ് എനർജിയോട് കൂടിയ, ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ലവേഴ്സ് കാർഡാണ്. അതായത് ഇന്ന് ചില വ്യക്തികൾ, പ്രണയിനികളായിക്കോട്ടെ, ലൈഫിലേക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു വിവാഹമൊക്കെ നടക്കുന്ന ഒരു ദിവസമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മെയിനായി നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടതായ ഒരു പവർ എനർജി നിങ്ങളെ തേടി വരുന്നു. നല്ലൊരു പാർട്ട്ണർ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥ സോൾ കണക്ഷൻസ് എത്തിച്ചേരുന്നു. അത് ബ്ലെസ്സിങ്സോട് കൂടിയാണ് കേട്ടോ. പൂർണ്ണമായും ഒരു എന്താ പറയുക, ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടോടു കൂടിയുള്ള ഒരു കൂടിച്ചേരലിൻ്റെ ദിവസമായിട്ടാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. അതായത് ഏറ്റവും ഹാപ്പിനെസ് നിറഞ്ഞൊരു ദിവസം, പൂർണ്ണമായും സന്തോഷം, മതിമറന്ന് സന്തോഷിക്കാൻ പറ്റുന്ന നിമിഷങ്ങളെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകുന്നതെന്നാണ് കാണുന്നത്. അതായത് ഒരു തകർച്ചയിൽ എല്ലാം അവസാനിച്ച് ഇനി ജീവിതത്തിലേക്ക് ഒന്നുമില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ സോളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊക്കെ ഒരു റീയൂണിയൻ, ഒരു കൂടിച്ചേരൽ ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നത്.
തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ, അതായത് ഒരിക്കൽ പോലും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഭാഗം, അതായത് ചിലപ്പോൾ വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് നിങ്ങൾ ശ്രമിക്കുകയും വെയിറ്റ് ചെയ്യുകയും ചെയ്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യഥാർത്ഥ പാർട്ട്ണർ, ഒരു വിവാഹ ജീവിതത്തിലേക്കുള്ള ഒരു കാൽവയ്പിൻ്റെ ദിവസമായിട്ടാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങൾ തമ്മിൽ ഒരു തകർച്ച, വിട്ടുപിരിഞ്ഞു പോയ ചില വ്യക്തികൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, ഒരു ബിഗ് ചേഞ്ചിങ്ങോട് കൂടി. അതായത് ഇനിയൊരു മാറ്റം ഇതിനകത്തില്ല എന്ന എനർജിയിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബ്ലെസ്സിങ്സ് ആണ്, യൂണിവേഴ്സലിൻ്റെ വലിയൊരു സപ്പോർട്ടും ബ്ലെസ്സിങ്സുമാണ് നിങ്ങൾക്കിടയിലേക്ക് ഈ ഒരു കണക്ഷൻസിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റിയത്. അതേപോലെ തന്നെ ഇമോഷണലി ഇന്നൊരു ചീറ്റിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആളുകൾക്ക് പൂർണ്ണമായും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ യഥാർത്ഥ സോൾ എനർജീനെ ലഭിക്കുന്നു, സ്പിരിച്വൽ എനർജിയിലേക്ക് പോകാൻ പറ്റുന്നു, ലൈഫിന് മാറ്റം വരുത്തുന്നതിനൊപ്പം തന്നെ ഇമോഷണലി കുറേ ആളുകളുടെ ലൈഫിൽ ഇന്ന് അവരുടെ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഒരു ചീറ്റിംഗ് എനർജി അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഇത്രയും നാളും വെല്ലുവിളികളെ അതിജീവിച്ച, അതായത് ഒരു ഫീമെയിൽ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ശക്തമായൊരു ചീറ്റിംഗ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വിശ്വസിച്ച, ആഴത്തിൽ നിങ്ങളോട് ചേർത്ത് പിടിച്ച ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ശക്തമായൊരു ചീറ്റിംഗ് ലഭിക്കുന്നു എന്ന ഒരു ധാരണ, അല്ലെങ്കിൽ ആ ഒരു കാര്യം പൂർണ്ണമായും ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും കേട്ടോ. ഇമോഷണലി നിങ്ങൾക്ക് എവിടെ നിന്നാണോ ചീറ്റിംഗ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു എനർജിയിൽ നിന്നും ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്കൊരു മാറ്റം, നിങ്ങളുടെ തൊട്ടരികിൽ തന്നെ നിങ്ങളെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്ന ഒരു എനർജിയുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആവാനും സാധിക്കുന്നു എന്ന് നമുക്ക് എനർജിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ചില നഷ്ടങ്ങളും എന്നാൽ ചില ലാഭങ്ങളുടെയും ആയ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികളൊക്കെ ഇമോഷണലി ഒരു ബൗണ്ടറി ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു ആക്ഷൻ എടുക്കാനായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ, വളരെ ശക്തമായൊരു ആക്ഷൻ എടുക്കുന്നത്. അതുപോലെ ഇന്ന് വളരെ ഹാപ്പിനെസ് ഉള്ളൊരു ദിവസമാണ്. എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു സന്തോഷമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളൊരു യോഗം ഉണ്ട് എന്നാണ് കാണുന്ന ഇന്നത്തെ ദിവസം. ഇമോഷൻസിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ നിങ്ങൾക്ക് ഒരു സെൽഫ് ലവ് എന്നൊരു എനർജിയിലേക്ക് ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ആരോഗ്യമായിട്ട് ഫൈറ്റിംഗ് നടത്തിയ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ സക്സസ് ആയിരിക്കുന്നു. നിങ്ങളുടെ ഭാഗമാണ് ശരിയെന്നുള്ളത് വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നേരെ മത്സരിക്കാനും ഫൈറ്റിങ്ങിനായിട്ട് വന്ന വ്യക്തികൾ പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നു. പക്ഷെ നിങ്ങൾ അതിനകത്ത് ഒരു സാറ്റിസ്ഫൈഡുമല്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടുണ്ടായ ഒരു ഫൈറ്റിങ്ങിൽ നിങ്ങൾ വിജയിച്ചു എങ്കിൽ പോലും നിങ്ങൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. നിങ്ങൾക്ക് ആ ഒരു നിരാശയുണ്ട്. കാരണം നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളോട് ചേർത്ത് നിർത്തേണ്ട സാഹചര്യങ്ങളുമായിട്ടാണ് നിങ്ങൾ മത്സരിച്ചതെന്നുള്ള ഒരു കുറ്റബോധം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ നിങ്ങൾ ഇമോഷൻസ് ഒന്നും തിരിച്ച് പ്രകടിപ്പിക്കാതെ നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് സെൽഫായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അതായത് സെൽഫ് ലവ് എന്നൊരു എനർജിയിലേക്ക് മാറുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ലീഗലി ചില പ്രശ്നങ്ങളുമായിട്ടൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക്, അതായത് കാലം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്ന ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു ജസ്റ്റിസിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്തു നിന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കർമ്മ നിങ്ങളിൽ എൻഡിങ് ആവുന്നു കേട്ടോ. അതായത് ലീഗൽ പ്രശ്നം, കോടതി സംബന്ധമായിട്ടോ കേസോ അങ്ങനെ എന്തെങ്കിലും മധ്യസ്ഥതയൊക്കെ പറയുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പ്രോബ്ലംസ് നിങ്ങൾ അതിജീവിച്ചു കൊണ്ടാണ് ഇരുന്നതെങ്കിൽ അത് എൻഡാകുന്നു എന്നാണ് കാണുന്നത്. കാരണം കാലം അനുകൂലമാണ്. അതായത് ആ ഒരു സമയപരിധി കഴിഞ്ഞു. നിങ്ങളുടെ ആ ഒരു പ്രശ്നം എന്ന് പറയുന്ന ആ ഒരു ഇതിനെ ചുമന്നുകൊണ്ട് പോകുന്ന ആ ഒരു പരിധി, അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആ ഒരു പെയിനിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. ഫോക്കസിങ് എനർജിയാണ്. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഫോക്കസിങ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് പോലെ പല കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ പാത്തിലാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ, ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങി വെക്കുക എന്ന സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം?
ചെയ്യണം? ആ ഒരു കാര്യത്തിൽ വളരെ ശക്തമായി ഫോക്കസിങ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്ക് ജോലിയില്ല, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ജോലി അന്വേഷിച്ച് കണ്ടെത്തണം. അതല്ലാണ്ട് ആർക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും? ഞാൻ ഇവിടെ നിൽക്കുന്നു, എനിക്കൊരു കാര്യം നടക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കണം. അതല്ലാണ്ട് എവിടെയോ ദൂരെ ഇരിക്കുന്ന എൻ്റെ പേരൻസിനെയോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെയോ ഒന്നും ഞാൻ വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ എവിടെയാണോ അവിടെ നിന്ന് ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ സ്ട്രഗിളിങ് ചെയ്യാൻ തയ്യാറാവണം. അതല്ലാതെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കഴിവ്, നിങ്ങൾ ഏത് ഫീൽഡിലാണോ വിജയിക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കാൻ പറ്റുന്നത്, അത് നിങ്ങൾ അന്വേഷിക്കണം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളുണ്ട്, സെൽഫായിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജോലി കണ്ടെത്താനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ജോലി കണ്ടെത്തണം. നിങ്ങൾ ഫോക്കസിങ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ്? ഫിനാൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത്? അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. നിങ്ങൾ ഒരു മൂലയിൽ കരഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഫോക്കസിങ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അവിടെയെല്ലാം നിങ്ങൾ ഫോക്കസിങ് ചെയ്തില്ലെങ്കിൽ എന്തായി തീരും? മത്സരങ്ങളുണ്ടാകും. നിങ്ങളോട് മത്സരിക്കാനായിട്ട് ആളുകളുണ്ടാകും. കഴിവുള്ളവർ എന്ത് ചെയ്യും? നേടിയെടുത്തുകൊണ്ട് പോകും. അപ്പം നിങ്ങൾ ഫോക്കസിങ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡായ ചേഞ്ചുകൾ ഉണ്ടാക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡായ മാറ്റങ്ങൾ വരുത്തുക, ചേഞ്ചുകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊരു ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. പ്രതീക്ഷിക്കാതെ തകർന്നുപോയി, അതായത് എനിക്ക് തോന്നുന്നു ഫാമിലി സംബന്ധമായ എന്തോ പ്രശ്നത്തിൽപ്പെട്ട് പൂർണ്ണമായും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോയ വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ വരുന്നത്. നിങ്ങൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയിട്ട് രണ്ട് സിറ്റുവേഷൻസിലേക്ക് പിരിഞ്ഞു പോയി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ മൾട്ടിപ്പിൾ പ്രയോറിറ്റി എന്നൊരു എനർജി ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു തകർച്ച നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള കാരണം തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ പ്രയോറിറ്റി, മറ്റൊരു സിറ്റുവേഷൻസും കൂടി നിങ്ങൾക്കിടയിൽ വന്നു എന്നാണ് കാണുന്നത്. എന്താണെങ്കിലും അതിനെ സംബന്ധിച്ച് ഇന്ന് ഫാമിലി പരമായിട്ട് ഒന്നെങ്കിൽ എല്ലാവരുടെയും ഒത്തുകൂടി ഒരു തീരുമാനമെടുക്കുന്ന ഒരു എനർജിയിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. അത് നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം വരുന്ന, ഒരു പുതിയ തുടക്കത്തിനുള്ള ചില സിറ്റുവേഷൻസുകൾ ഒരുങ്ങുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഇതിനകത്ത് ഒരു വ്യക്തി ഒരുപാട് ദൂരേക്കൊക്കെ ഒരു ലോങ് ഡിസ്റ്റൻസിലൊക്കെ പോയി നിൽക്കുന്ന എനർജി കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾക്കിടയിൽ അതൊരു ചർച്ച ചെയ്യാനും അതിനകത്തൊരു പുതിയ മാറ്റം, ഒരു ന്യൂ ബിഗിനിങ്, നിങ്ങളുടെ ലൈഫിൽ ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു എനർജിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനും പറ്റുന്നു എന്നാണ് കാണുന്നത്. അതെനിക്ക് തോന്നുന്നു ഫാമിലി, കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് നല്ലൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. കുടുംബ ബന്ധം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ തകർച്ച സംഭവിക്കുകയും നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയിൽ നിന്നുവെങ്കിൽ അതിനൊരു മാറ്റം വരാൻ പോകുന്നു. അത് നിങ്ങളോടൊപ്പം തന്നെ ഉള്ളവർ കൂടി ചേർന്ന് തന്നെയാണ് അതിനൊരു തീരുമാനം എടുക്കുന്നതെന്നാണ് കാണുന്നത്. കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം സ്ട്രോങ് ആയൊരു എനർജിയിലൂടെ ഇന്ന് നിങ്ങളിൽ ഒരുപാട് വ്യക്തികൾക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വന്ന ഒരു ഹാപ്പിനെസ്. നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഫോക്കസിങ് ചെയ്ത് നിന്നിരുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അബണ്ടൻസും സമൃദ്ധിയൊക്കെ വന്നു ചേർന്നതിൻ്റെ ആ ഒരു പോസിറ്റീവായ എനർജി നിങ്ങൾക്കിന്ന് അനുഭവിക്കാൻ സാധിക്കുന്നു. തല ഉയർത്തി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നു. നിങ്ങൾ ഒത്തുകൂടുന്നിടത്തും മറ്റുള്ളവരുടെയൊക്കെ അടുത്ത് നിങ്ങൾക്ക് നല്ലൊരു റെസ്പെക്റ്റ് കിട്ടാൻ പോകുന്ന എനർജിയിലൂടെ ഒരുപാട് വ്യക്തികളുടെ സിറ്റുവേഷൻസ് കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് സ്റ്റക്നെസ്സും ഉണ്ടാകുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതെനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചില വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നുണ്ടാവാം. അതുപോലെ നിങ്ങളുടെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്റ്റക്നെസ് വന്നിട്ടുണ്ടാവാം. നിങ്ങൾ എവിടെയാണോ ശരിക്കും പറഞ്ഞാൽ ഫോക്കസിങ് ചെയ്തത്, ഏത് ഭാഗത്താണോ കറക്റ്റ് ഡയറക്ഷൻ, അതായത് കറക്റ്റായ ഒരു ദിശയെന്ന് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോയ ഭാഗത്ത് നിങ്ങൾക്കൊരു സ്റ്റക്നെസ് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു ബർഡനാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ആവശ്യമില്ലാത്ത ചില എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എടുത്ത് തലയിൽ വെച്ച് നിൽക്കുന്ന കുറേ വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. കാരണം അത് കളയാനും പറ്റുന്നില്ല, അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പറ്റുന്നില്ല എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത്.
തീർച്ചയായിട്ടും നിങ്ങളത് ഇരയാക്കപ്പെട്ടതാണ് കേട്ടോ. നിങ്ങളെ അവിടെ ഇരയാക്കപ്പെടുത്തി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വെല്ലുവിളി അതിജീവിക്കാനും സക്സസ് എടുക്കാനും ശ്രമിച്ചുവെങ്കിൽ നിങ്ങളെ അവിടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ നിങ്ങളെ ഇരയാക്കുകയാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നും മാറണം. നിങ്ങളെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു എക്സ്ട്രാ നിങ്ങൾ എടുക്കുന്ന ഒരു ബർഡൻ ഒഴിവാക്കണം. നിങ്ങൾക്കൊരു സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ആ ഒരു സ്റ്റക്നെസ്, നിങ്ങളുടെ കണ്ണും കയ്യും കെട്ടി നിൽക്കുന്ന ഒന്നും ഫ്യൂച്ചർ എന്താണ്, മുന്നോട്ടേക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ള ഒരു സ്റ്റക്നെസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയുന്നത് നിങ്ങളൊരു സെൽഫ് കോൺഫിഡൻസിലേക്ക് വരിക. നിങ്ങളിലേക്ക് തന്നെ ആഴത്തിൽ ഇറങ്ങി ചെല്ലുക. നിങ്ങൾക്ക് സാധിക്കും ആ ഒരു സിറ്റുവേഷൻസിനെ, ആ ഇമോഷണലി ഉള്ള കാര്യത്തെ ഒന്ന് മാറ്റിവെക്കുക. ഇമോഷൻസാണ്, മറ്റുള്ളവരോട് തോന്നുന്ന അനുകമ്പയാണ് നിങ്ങളെ ഈ ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ബർഡൻ എന്ന ആ ഒരു സാഹചര്യത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതിപ്പോൾ നിങ്ങളോടൊപ്പം ജീവിച്ചു പോകുന്ന വ്യക്തികളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരാവാം. നിങ്ങൾ കാണിച്ച അനുകമ്പയാണ് നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്. ഇവിടെ നിങ്ങൾക്കുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് സെൽഫ് ലവ്, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് മോട്ടിവേഷനാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകുക. തീർച്ചയായിട്ടും ബാലൻസ് നിങ്ങളുടെ സക്സസ്സിൽ നിങ്ങൾ നല്ലൊരു ബേസിക്കൊക്കെ ആയി ഒരു അടിത്തറയിട്ട് നിങ്ങൾ നല്ല ചവിട്ടി നിൽക്കുന്ന ഭൂമി നല്ല തറവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഭയം തട്ടാത്ത രീതിയിൽ മുന്നോട്ടേക്ക് നടന്നു പോകാൻ പറ്റുമെങ്കിൽ അതിലും വലിയ ഒരു കോൺഫിഡൻസ് വേറെ ഇല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലേക്ക് വരിക, സെൽഫ് ലവ് എന്ന എനർജിയിലേക്ക് വരിക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ചാരിയറ്റാണ് കേട്ടോ. ഒരു വിൽ പവറും കൺട്രോളിംഗ് ഒക്കെ ഇന്ന് കാണിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില പാസ്റ്റിലെ പ്രശ്നങ്ങളെയൊക്കെ ഇന്നൊന്ന് പറഞ്ഞു തീർക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചൈൽഡ്ഹുഡിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള ഏതെങ്കിലും സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഒക്കെ നിങ്ങളിലേക്ക് ഇന്ന് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇമോഷണലി നിങ്ങൾ വളരെയധികം മെച്യൂരിറ്റിയോട് കൂടിയും ബാലൻസോട് കൂടിയും ഹാപ്പിനെസ്സോട് കൂടിയും കടന്നു പോകാൻ പറ്റുന്നുണ്ട്. പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. ഒരു സൗഹൃദ ബന്ധങ്ങളാവാം, അതല്ലെങ്കിൽ മറ്റെന്ത് രീതി ഇമോഷണലി ഉള്ള ചില കാര്യങ്ങളുമായിട്ട് ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരു ഫോക്കസിങ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും അകൽച്ചയോ പറഞ്ഞു തീർക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ബാലൻസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഇമോഷണലി വളരെയധികം ഒരു സന്തോഷം അനുഭവിക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ ജഡ്ജ്മെൻ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വിധി നടപ്പിലാക്കപ്പെടുന്നു. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു സക്സസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു കുടുംബജീവിതമാവാം, അല്ലെ കരിയർ പാത്തിലേക്കുള്ള ഒരു മാറ്റമാവാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ആണ്, നാളേക്ക് വേണ്ടിയുള്ള ഒരു സക്സസ്. അതായത് ഫ്യൂച്ചറിന് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്, വളരെയധികം ഒരു ടോപ്പ് എനർജിയിലേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള ഒരു സിറ്റുവേഷൻസ് ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ വളരെയധികം കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു ജഡ്ജ്മെൻറ്റ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു വിധി എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഇടയിലോ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് എൻഡ് ആകുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ അത് എൻഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണറുമായിട്ട് നിങ്ങളുടെ സോൾ കണക്ഷൻസുമായിട്ടൊരു നെഗറ്റീവ് എനർജി സമ്മാനിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് കേട്ടോ. നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വരുത്തിയതിന് ശേഷമാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാകുന്നത്. എനിക്ക് തോന്നുന്നു പാസ്റ്റിലെ, അതായത് മുൻകാലങ്ങളിലെ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിനിടയിൽ നിങ്ങളുടെ ജീവിതത്തിനിടയിലേക്ക് കടന്നു വന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻഡ് ആകുന്നു, അവിടെ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു. പക്ഷേ അതായത് നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനിടയിൽ വളരെ ശക്തമായ ഒരു നെഗറ്റീവ് എനർജി ഇട്ട് തന്നിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ബന്ധത്തിനിടയിൽ വിള്ളലോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഇമോഷണൽ ബാലൻസോ ലഭിക്കാൻ സാധ്യതയില്ല. കാരണം അവർക്കടെ ഉള്ളിൽ വളരെയധികം ഒരു ഈഗോ എനർജി ആയിരിക്കും. നിങ്ങളുടെ പാർട്ട്ണറുടെ മൈൻഡിൽ ഈഗോ ആയിരിക്കാം ഏറ്റവും കൂടുതലായിട്ട് ഇനി നിൽക്കാൻ പോകുന്നത്. ഒരു സ്റ്റക്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ ബന്ധങ്ങളിലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ ആ ഒരു തേർഡ് സിറ്റുവേഷൻസ്
എൻഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പൂർണ്ണമായും ഒഴിവായി പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള പൊട്ടലും ചീറ്റലും പോലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരും. അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കും. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക, ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.